കഴിഞ്ഞ സീസണിൽ ഇവിടെ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് വീട്ടിൽ അത്യാവശ്യം പ്രശ്നങ്ങൾ നിർത്ത് പെങ്ങളെയും കെട്ടിച്ച് വീണ്ടും ദരിദ്രവാസമെങ്കിലും ആൾക്കാരെന്നെ കാണുന്ന ഒരു പ്രവാസിയായിട്ടാണ്. കാരണം ആരെവിടെ വെച്ച് കണ്ടാലും എന്നോട് ചോദിക്കുന്നത് ഇനി എന്നാണ് തിരിച്ചു പോകണമെന്നാ ബമ്പർച്ചിരിക്ക്. അങ്ങനെ ഞാൻ തിരിച്ചെത്തി. ഹായ് മൻ ചേച്ചി, കഴിഞ്ഞ 2 വർഷത്തിനിടെ കണ്ടിട്ടില്ലെങ്കിലും യു സ്റ്റിൽ ലുക്ക് ലൈക്ക് ദ സെയിം ഓൾഡ് മൻ ചേച്ചി. പഴയതുപോലെ പഴയതിലും പ്രായം കൂട്ടിയിട്ടില്ലെന്നല്ല, പണ്ടേ പ്രായമായിരുന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ മാറ്റം വന്നിട്ടുള്ള ആൾ നസീർക്കാണ്. ടി വി കാണുമ്പോഴത്തേക്കും നസീർക്ക് ഞാൻ ഉണ്ടായിരുന്നപ്പോഴത്തെ പോലെയല്ല, നസീർക്ക് വല്ലാണ്ട് മാറി. നസീർക്ക് ഇങ്ങനെ ചിരിക്കാതെ ഏറ് പിടിച്ച് വെച്ച് ഇത്തരം വണ്ണം വെക്കും ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. രമേശ് ചേട്ടൻ ഐ കോണ്ടാക്ട് പോലും കൊടുക്കരുതെന്നാണ് അമ്മ പറഞ്ഞേക്കണേ. കാരണം രമേശ് ചേട്ടൻ ആ കോണ്ടാക്റ്റിൽ ഡെയിലി ഇത് വിളിച്ചെന്തേലും കഥ പറഞ്ഞു കളി. അതുകൊണ്ട് ഞാൻ എൻ്റെ കഥ പറയാം. ഞാൻ കഥ എന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് കേൾക്കുമ്പോഴത്തേക്കും തോന്നും ഇതൊരു കടം കഥയാണെന്നുള്ളത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞില്ല, തുടക്കത്തിൽ എന്നെ ആൾക്കാർ പ്രവാസിയായിട്ട് കാണുന്നു പറഞ്ഞെങ്കിലും എനിക്കും തോന്നുന്നുണ്ട് എൻ്റെ ഒരു പ്രവാസ ജീവിതമാണെന്നുള്ളത്. കാരണം ആദ്യത്തെ വരവിൽ അത്യാവശ്യം വീട്ടിലെ പ്രശ്നങ്ങളും തീർത്ത് പെങ്ങളെയും കെട്ടിച്ചപ്പോൾ കുറച്ചു കാലം ഇനി സമാധാനമായിട്ട് വീട്ടിലിരിക്കാന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അളിയനൊരു ബമ്പർ അടിച്ചു. ചേച്ചി ഇപ്പൊ പ്രഗ്നന്റ് ആണ്. അതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ വരവ്. ഡെലിവറി ചാർജ് എത്രയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞത് നോർമൽ ഡെലിവറി ആണെങ്കിൽ നീ ബമ്പർ അടിക്കണം, സിസേറിയൻ ആണെങ്കിൽ നീ ഗോൾഡൻ ബസർ അടിക്കണം എന്ന്. എനിക്കിതിനകത്തൊരു വിഷമവും ഇല്ല. കാരണം ഇവിടെ കല്യാണം കഴിച്ച് വിട്ടപ്പോഴും എനിക്ക് ചെറിയ വിഷമം ഉണ്ടായിരുന്ന മെയിൻ സന്തോഷം എന്ന് പറയുന്നത് വീട്ടിൽ ഇനി അങ്ങോട്ട് ഒറ്റ മോനായിട്ട് വിലസാലോ എന്നുള്ളതായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ ഒറ്റ മോനായുള്ളതിൻ്റെ വിലസലുകൾ നടക്കണുണ്ടായിരുന്നു. ഞാനല്ല, അച്ഛനും അമ്മയും. അതുകൊണ്ട് തന്നെ അമ്മ വന്നിട്ട് ഒരു സർപ്രൈസ് ഉണ്ട് വിശേഷമായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ടെൻഷൻ അടിച്ചത് അമ്മയ്ക്കാണോ എന്നായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് ചേച്ചിക്കാണ്. എനിക്കറിയാം ചേച്ചി ഇത് തമാശക്കാണല്ലോ ഇങ്ങനെയൊക്കെ പറയണത് ഭയങ്കര മോശമാണെന്ന്. പക്ഷെ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കുന്ന പൈസയാണ്, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിച്ചൊരു CBSE സ്കൂളിലാണ് 4ാം ക്ലാസ് വരെ. ഞാൻ അവിടെ ഒരു ദിവസം പരീക്ഷ ഹോളിലിരുന്ന് പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ലിസ്റ്റുമായിട്ട് സാറ് കയറി വന്നിട്ട് പറഞ്ഞു, ഇത് ഫീസ് അടയ്ക്കാത്തൊരു ലിസ്റ്റാണ്, ഇതിനകത്ത് പേരുള്ളവർ എഴുന്നേറ്റിരിക്കണം. ഞാൻ ഒറ്റയ്ക്ക് എഴുന്നേറ്റിരിക്കുന്ന ആ ഹോള് എൻ്റെ ഹോൾ ലൈഫിൽ ഞാൻ ഇതുവരെ മറന്നിട്ടില്ല. അന്ന് ആദ്യമായിട്ടാണ് ഞാൻ സ്റ്റാൻഡപ്പ് ചെയ്തപ്പോഴത്തേക്ക് ഒരു ഹോള് മൊത്തം ചിരിച്ചത്. ദാരിദ്ര്യത്തിൽ തമാശ ഉണ്ടെന്ന് എനിക്ക് അന്നേ മനസ്സിലായത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയെ പോലെ. അതായത് പൈസ, മണി, ക്യാഷ്, റുപ്പി എന്നൊക്കെ പല പേരുണ്ടെങ്കിലും ഒരാവശ്യം വരുമ്പോൾ വിളിച്ചാലോ ആഗ്രഹിച്ചാലോ ഈ സാധനം നമ്മുടെയൊക്കെ വരില്ല. പക്ഷെ ദാരിദ്ര്യം അത് നമ്മുടെ വീട്ടിലെ പട്ടിയെ പോലെ, ഇത് നമ്മുടെ കാലിൻ്റെ ഇടയിൽ നിന്ന് പോവില്ല. പക്ഷെ ആൾക്കാർ പറയുന്നത് പൈസ വരും പോവും എന്നാണ്. ആ പറഞ്ഞവനോട് ഒരു 1000 രൂപ വെച്ച് കഴിഞ്ഞാൽ അവൻ അപ്പം പോവും, പിന്നെ എപ്പോൾ വരും എന്ന് പറയാൻ പറ്റൂല. നിങ്ങൾ വിചാരിക്കും എനിക്ക് ജോലിക്ക് പോയപ്പോഴും കേരളത്തിലൊരു സാധാരണ ജോലിക്ക് പറഞ്ഞാൽ ഒരാൾക്ക് ആദ്യം കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് മാക്സിമം ഒരു 12,000 രൂപയാണ്. ഇതിനകത്ത് അക്കോമഡേഷൻ ഒരു 5,000 രൂപ മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള പൈസ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ഡെയിലി ജോലിക്ക് പോകാൻ പെട്രോൾ അടിക്കാനും അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനുള്ള പൈസ മാത്രമേ നമ്മുടെ കിട്ടണുള്ളൂ. അത് ജോലിക്ക് പോകുന്നതിൻ്റെ ശമ്പളമല്ല, ജോലിക്ക് പോകാനുള്ള ശമ്പളമാണ് ഇവിടെ പലരും കൊടുക്കണം. ഞാൻ ഓർത്ത് പൈസ ഇല്ലാതെ ജീവിക്കുന്നതാണ് ലാഭം എന്ന്. നിസ്സാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഇല്ലാത്തതിന് പേടിക്കണ്ടോന്നിന്. പൈസ ഇല്ലാത്തതിൻ്റെ വീട്ടിൽ മിനിമം ഇപ്പോൾ കള്ളം പോലും കയറുമല്ലോ. പക്ഷെ ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നൊരു കള്ളൻ എൻ്റെ വീട്ടിൽ കയറി വഴി തെറ്റിയിട്ടായിരിക്കണം. പിറ്റേ ദിവസം കള്ളം കയറിയെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ. ഇവിടെ ദാരിദ്ര്യം അല്ലാണ്ട് വേറെ ഒന്നും എടുത്തുകൊണ്ട് പോയാലും നമുക്കറിയാം. എന്നാലും അമ്മയുടെ ടെൻഷൻ അത് തന്നെയായിരുന്നു. കാരണം ഇവിടെ ഒന്നും ഇല്ല എന്നുള്ളത് കള്ളൻ ഇനി എവിടെയെങ്കിലും പോയി പറയുമോന്ന് ഓർത്തിട്ട്. പക്ഷെ ഞാൻ ഈയിടെ ആലപ്പുഴയിൽ കുറവാ സംഘം ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള വാർത്ത വായിച്ചപ്പോൾ എനിക്ക് തോന്നി കുറവാ സംഘമാണ് എൻ്റെ വീട്ടിൽ നിന്ന് കയറിയെന്ന്. കാരണം ഇവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ തലയിൽ കൂടെ തുണിയിട്ട് കക്കാൻ ഇറങ്ങുന്നുള്ളതാണ്. ഇവന്മാർ മിക്കവാറും എൻ്റെ വീട്ടിൽ കയറിയ നാണക്കേട് കാരണമായിരിക്കും തലയിൽ കൂടെ തുണിയിട്ട് ഇപ്പോൾ കക്കാൻ ഇറങ്ങുന്നത്. ഈ പൈസ ഇല്ലാത്ത ആൾക്കാർക്കാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത്. അതായത് നമ്മളിപ്പോൾ കാർ മേടിക്കാൻ പൈസ ഇല്ലെങ്കിലും നമ്മൾ കാർ പോർച്ച് പണിയും, AC വെക്കാൻ പൈസ ഇല്ലെങ്കിലും നമ്മൾ പവർ സ്വിച്ച് വെക്കും. ശരിക്കും പറഞ്ഞാൽ ഈ പവർ സ്വിച്ച് വെക്കുന്ന പോലെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ നേടിയെടുക്കാം എന്നുള്ളതേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സത്യം. ഇത് ഞാൻ പറഞ്ഞല്ല, എൻ്റെ വീട്ടിൽ ഇതേ സ്വിച്ച് 16 വർഷം മുന്നേ വെക്കണ കൂട്ടത്തിൽ എൻ്റെ അച്ഛൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞല്ലോ പൈസ ഇല്ലാത്തവർക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. ഞാൻ ഇപ്പോഴും എൻ്റെ അച്ഛനിൽ പ്രതീക്ഷിച്ചിരിക്കുക. പൈസ ഇല്ലാത്തതിൻ്റെ വേറൊരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാത്ത ആൾക്കാർക്കാണ് മറ്റുള്ള മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ല അവൻ്റെ പ്രശ്നങ്ങൾ കുറച്ചുകൂടെ അടുത്തറിയാനൊക്കെ പറ്റണം. പിന്നെ പ്രത്യേകിച്ച് എഫേർട്ടൊന്നും വരണ്ട. അവനൊരു 1000 രൂപ കടം ചോദിച്ചാൽ മതി, അവനവൻ്റെ 2000 പ്രശ്നങ്ങൾ ഇങ്ങോട്ട് പറയും. കാരണം കടം മേടിച്ച് എടുക്കുന്നത് ഒരു ഭയങ്കര ടാസ്ക് പിടിച്ച പണിയാണ്. പൈസ ഉണ്ടെങ്കിലും ആൾക്കാരിത് നമ്മളെ കാണിക്കൂല. കാരണം പൈസ ഉള്ളവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവരെപ്പോഴും ഒരു പൊടിക്ക് ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഇവർക്കൊരു പേടിയുണ്ട് നമ്മളിത് ചോദിക്കുമോ എന്നുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ കാര്യത്തിൽ മനുഷ്യന്മാരെ കുറ്റം പറയാൻ പറ്റൂല, ദൈവങ്ങൾ പോലും അങ്ങനെയാണ്. അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പൈസ ഇട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിൽ എഴുതിയേക്കുന്നത് കാണിക്കാമെന്നാണ്. പക്ഷെ ഇന്ന് വരെ ആരും കാണിച്ചിട്ടില്ല. പ്രശ്നവും പരിപാടിയും പരിഹാരമൊക്കെ പറഞ്ഞാൽ ദൈവത്തിന് കുഴപ്പമില്ല. പക്ഷെ പൈസയുടെ കാര്യം പറഞ്ഞാൽ പുള്ളിക്ക് വരെ ടെൻഷനാണ്. ശരിക്കും പറഞ്ഞാൽ കടമാണ് എൻ്റെ ജീവിതത്തിലെ ടെൻഷൻ മാറ്റി തന്നെ. കാരണം ഇന്ന് എന്നെ ആൾക്കാരെ സഹായിക്കും. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ചെയ്ത കണ്ടന്റിലാണെങ്കിലും 3 തമാശ എഴുതുന്നത് എൻ്റെ കൂട്ടുകാരൻ വിഷ്ണുവാണ്. കാരണം അവനാണ് ഏറ്റവും കൂടുതൽ പൈസ കടം കൊടുക്കാനുള്ളത്. ഇന്ന് ഇത് വെച്ച് ഹാസ്യചക്രലോട്ട് എൻട്രി മേടിക്കുവാണെങ്കിൽ ലീവ് എടുത്തിട്ടാണ് സ്ക്രിപ്റ്റ് എഴുതി തരാമെന്ന് കുമാരേട്ടനും പറഞ്ഞിട്ടുണ്ട്. പുള്ളിയാണ് എനിക്ക് ലോൺ തന്നിട്ടുള്ള ബാങ്കിലെ മാനേജർ. ഈ കണ്ടന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എൻ്റെ കയ്യിൽ ക്ലൈമാക്സ് ഇല്ല. ഇതിൻ്റെ ക്ലൈമാക്സ് നിങ്ങളതിലാണ് ആക്ച്വലി ഇരിക്കണേ. കാരണം ദാരിദ്ര്യത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് എപ്പോഴും കാശാണ്.
വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികളാണ് ആമ, തവള, താറാവ്, പിന്നെ കുട്ടനാട്ടുകാർ. ഞാനും ഇതിനകത്തൊരു ജീവിയാണ്. എൻ്റെ പേര് മാധവനയാർ. ഞാൻ കുട്ടനാട്ടിൽ നിന്ന് വരുന്നു. കുട്ടനാടെന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാരുടെ മനസ്സിൽ ചെളിയും വെള്ളമൊക്കെയാണ് വരുന്നത്. ഇതിനകത്ത് ചെളിക്ക് ഇപ്പം നല്ല കുറവുണ്ട്, കാരണം കുറേയൊക്കെ ഞാൻ തന്നെ ഇവിടെ കൊണ്ടിറക്കിയിട്ടുണ്ട്. പക്ഷേ വെള്ളത്തിൻ്റെ കാര്യത്തിലൊരു മാറ്റവും ഇല്ല. കാരണം സാധാരണ ആൾക്കാർക്ക് മഴവെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റൊമാൻസാണ്, പ്രേമമാണ്. പക്ഷെ നമ്മൾ കുട്ടനാട്ടുകാർ ഈ റൊമാൻസിനെ ഇച്ചിരി സീരിയസ് ആയിട്ട് എടുത്തു. നമ്മളിത് പ്രേമത്തിൽ നിർത്തിയില്ല, നമ്മൾ കല്യാണം കഴിച്ചു. അത് കാരണം ഇതിപ്പോൾ ഫുൾ ടൈം നമ്മുടെ വീട്ടിലുണ്ട്. ഒരു കാമുകി ഭാര്യയായിട്ട് മാറിയതിൻ്റെ എല്ലാ സ്വഭാവ വ്യത്യാസങ്ങളും ഈ മഴ നമ്മുടെയൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ചിലപ്പോൾ കൊച്ചിലെ കുളം കര എന്ന് പറഞ്ഞ കളി കളിച്ചിട്ടില്ലേ? നമ്മളൊരു വട്ടം വരയ്ക്കും, അതിനകത്ത് കുളം, പുറത്ത് കര, കുളം, കര, കര, കുളം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കൊച്ചിലെ കളിച്ച ചെറിയൊരു കളിയായിരിക്കും. നമ്മൾ കുട്ടനാട്ടുകാർക്ക് ഇത് സർവൈവലിനുള്ള ട്രെയിനിങ് ആണ്. ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം പോട്ടെ നോക്കി. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു വഴക്ക് നടന്നു, അതിന് നമുക്കൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. പക്ഷെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊരു വഴക്ക് നടന്നിട്ട് അതിൻ്റെ അടി നമ്മൾ തന്നെ കൊള്ളണം എന്നുള്ള അവസ്ഥയാണ് കുട്ടനാടിൻ്റെ. അതായത് കുട്ടനാട്ടിൽ മഴ പെയ്താലും പുറത്ത് എവിടെ മഴ പെയ്താലും ഈ വെള്ളം എല്ലാം കൂടെ ലാസ്റ്റ് കുട്ടനാട്ടിൽ തന്നെയാണ് വരുന്നത്. അതിൻ്റെ മെയിൻ കാരണം കുട്ടനാട് സമുദ്രനിരപ്പിനെക്കാട്ടിൽ 220 സെൻറ്റിമീറ്റർ താഴെയാണുള്ളത്. നമ്മൾ മാത്രം കേരളത്തിൽ ഇത്ര സ്ഥലം ഉണ്ടായിട്ട് നമ്മൾ മാത്രം എങ്ങനെയാണ് ഈ കുഴിക്കകത്തായിപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പം സമീപ ജില്ലകൾക്കൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ഹൈറ്റ് ഉണ്ട്. അപ്പം എൻ്റെ ബലമായ സംശയം കോട്ടയം, പത്തനംതിട്ട ഭാഗത്തുള്ള ആൾക്കാർ ഇവിടുന്ന് പണ്ടേ മണ്ണ് പൊക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. നസീർക്കയുടെ പ്രായം പരിഗണിച്ച് നോക്കുമ്പം കോട്ടയം ഭാഗത്തോട്ട് മണ്ണ് കടത്തിൽ നസീർക്ക് കൊണ്ടുവന്നു എനിക്ക് നല്ല സംശയം. പക്ഷേ അതിനെപ്പറ്റി ചരിത്രം അന്വേഷിക്കാൻ വേണ്ടി, ചരിത്രം പഠിക്കാൻ വേണ്ടി ഞാൻ കുറേ ചരിത്രം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് പണ്ട് ആലപ്പുഴ കാണാൻ വന്ന കേഴ്സൺ പ്രഭുവാണ് ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസ് എന്ന് വിളിച്ചത്. ഇറ്റലി കിടക്കുന്ന വെനീസ് എങ്ങനെയാണ് ആലപ്പുഴ പോലെ ഇരിക്കുന്നതെന്ന് കാണാൻ വേണ്ടി ഞാൻ ഗൂഗിളിൽ വെനീസിന് അടിച്ചു നോക്കിയപ്പോൾ വെനീസ് ഒരു കിടില സെറ്റപ്പ് രാജ്യം, അടിപൊളി സ്ഥലം. ഇതെങ്ങനെ ആലപ്പുഴയായിട്ട് ഇതിന് ആകെയുള്ള സാമ്യം അവിടെയും കുറേ വെള്ളവും ബോട്ടും ഉണ്ട്, ഇവിടെയും കുറേ വെള്ളവും ബോട്ടും ഉണ്ടെന്നുള്ളതാണ്. എൻ്റെ ബലമായ സംശയം എന്ന് പറഞ്ഞാൽ മിക്കവാറും കേഴ്സൺ പ്രഭു ആലപ്പുഴ കാണാൻ വന്നപ്പോഴും ഇവിടെ വെള്ളപ്പൊക്കമായിരുന്നായിരിക്കും. പുള്ളി ഇതിൻ്റെ അടിയിൽ എന്താണുള്ളതെന്ന് ഇതുവരെ കണ്ടിട്ടില്ല. പുള്ളിക്ക് നോക്കിയപ്പോൾ കുറേ വെള്ളവും ബോട്ടും. അപ്പോൾ പുള്ളി അടുത്ത് നിന്ന ആളോട് പറഞ്ഞു, ചേട്ടാ ഇത് കണ്ടിട്ട് വെനീസ് പോലെ തന്നെ ഇരിക്കണല്ലോ. അപ്പോൾ വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്തെങ്കിലും പറഞ്ഞാൽ ബിബിൻ ചോറ് സമ്മതിക്കണ പോലെ പുള്ളിക്കാരനെ സമ്മതിച്ചു കാണും. ഇതിപ്പോ കേഴ്സൺ പ്രഭു പറഞ്ഞത് വോട്ടേന്ന് വെക്കാം. ഈ ഇടയ്ക്ക് നമ്മുടെ വെള്ളപ്പൊക്കത്തിനിടയിൽ അതിലെ പോയ കാർത്തിക് സൂര്യ വ്ളോഗിൽ ചോദിച്ചു, ഗായ്സ് ഇതെന്താ അമ്യൂസ്മെന്റ് പാർക്കോ എന്ന്. എനിക്ക് വിഷമമായി. കാരണം നമ്മൾ ജീവിക്കേണ്ട സ്ഥലത്തിനെ പറ്റി ഒരാൾ അങ്ങനെ പറയാന്ന് ഓർക്കും. പക്ഷെ ഈ അടുത്ത് കാർത്തിക് സൂര്യ വേറൊരു വീഡിയോ ഇട്ടു. കാർത്തിക് സൂര്യ കോടികൾ മുടക്കി പണിയുന്ന വീടിന്റെ 3ാമത്തെ നിലയിൽ സ്വിമ്മിംഗ് പൂള് കാണിക്കുന്ന വ്ളോഗ്. എനിക്കത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. കാരണം ഞാൻ അത് കണ്ടുകൊണ്ട് കിടക്കുമ്പോൾ എൻ്റെ കട്ടിലിനടിയിൽ വെള്ളമാണ്. കാർത്തിക് സൂര്യക്ക് വെള്ളം കാണണമെങ്കിൽ 3 നില മേളിൽ കയറി പോണം. എനിക്ക് 2 തവണ കട്ടിലേ കിടന്ന് ഉരുണ്ടാ മതി, നേരെ വെള്ളത്തിൽ വീഴും. പക്ഷെ അയ്യോ ഉരുണ്ടാ മതി, ചെറുതായിട്ട് മറന്നുപോയി. മോട്ടിവേഷൻ ഉരുണ്ടാ മതി. അയ്യോ നോക്കണോ? കാർത്തിയുടെ ശാപം അല്ലേ? ഇല്ല, ഇതുപോലെ തന്നെ പല ഗുണങ്ങളും ഉണ്ട്. അതായത് ഇപ്പൊ ചില ആൾക്കാർ ഇതുപോലെ ഷോ കാണിക്കാൻ വേണ്ടി വീട്ടിൽ വലിയ അക്വേറിയൊക്കെ പണിത് വെക്കും. നമുക്ക് കുട്ടനാട്ടുകാർക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ വീട് തന്നെ അക്വേറിയാണ്. നമ്മൾ ഓൾറെഡി അക്വേറിയത്തിനകത്താണ് താമസിക്കുന്നത്. കുട്ടനാടിന് ഇതുപോലെ കുറെ പ്രത്യേകത ഉണ്ട്. അതായത് കേരളത്തിൽ എവിടെയും ടാറിട്ട തോട് ആകെപ്പാടെ നമുക്ക് കാണാൻ പറ്റുന്ന കുട്ടനാടി മാത്രമാണ്. കുട്ടനാടിന്റെ ഏറ്റവും വലിയ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ബാക്കി ഒരു സ്ഥലങ്ങളിൽ അവിടെ വെള്ളത്തിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരികൾ ഒരു ലോറിയിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ആൾക്കാർക്ക് കൊണ്ട് കൊടുക്കും. പക്ഷെ നമ്മൾ കുട്ടനാട്ടിൽ വെള്ളത്തിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരികൾ ഒരു ലോറി വെള്ളത്തിലോട്ട് ഇട്ടിട്ട് അതിൽ കുറച്ച് ആൾക്കാരെ എടുത്തുകൊണ്ട് പോകും. സംഭവം നമ്മൾ ഇത്രയും വെള്ളത്തിൽ ചുറ്റും വെള്ളം ആയതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ബോട്ടാണ്. നിങ്ങൾ പലരും റീൽസിലൊക്കെ കുട്ടനാടിനെ പറ്റിയുള്ള റീൽസിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ബോട്ട് ഇങ്ങനെ സ്ലോ മോഷനിൽ പോണത്. അത് സ്ലോ മോഷൻ അല്ല, ബോട്ട് ശരിക്കും പോണ സ്പീഡാണ്. കാരണം ബോട്ടിന് ശരിക്കും അത്രേ സ്പീഡേ ഉള്ളൂ. ബോട്ടിന് ഏറ്റവും വലിയ സ്പീഡ് കുറവാണെന്നുള്ളതാണ്. ഈ ഫ്ലൈറ്റിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ജെറ്റ് ലാഗ് അടിക്കുന്നുണ്ടെങ്കിൽ കുട്ടനാട്ടുകാർക്ക് ജെട്ടി ലാഗാണ് അടിക്കണം. കാരണം ഒരു ജെട്ടിൽ നിന്ന് അടുത്ത ജെട്ടിയിലോട്ട് ബോട്ട് പോകാനെടുക്കുന്ന സമയം
ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മുന്നോട്ടിനിയും ജീവിച്ചു പോകണമെങ്കിൽ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തമൊക്കെ ശരിയാണെങ്കിൽ ഒരു 500 വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുട്ടനാട്ടുകാർക്ക് ചെതുമ്പലൊക്കെ മുളച്ച് നമ്മൾ മത്സ്യകന്യകന്മാരായിട്ട് മാറും. ലുങ്കിയൊക്കെ എടുത്ത് ബീഡിയും വലിച്ചിരിക്കണ മത്സ്യകന്യകന്മാരായിരിക്കും ആലപ്പുഴയുടെ മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻ. സംഭവം ഇങ്ങനെയൊക്കെ പറഞ്ഞ പോലും നമ്മൾ കുട്ടനാടെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര അഭിമാനമാണ്. അതിൽ ചില ആൾക്കാർ എത്ര വെള്ളം കയറിയാലും ഞാൻ എൻ്റെ നാട് വിട്ട് പോകില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ്. 2018 അത്രയും വെള്ളം കയറിയിട്ട് രക്ഷാപ്രവർത്തകർ വീട്ടിൽ ബോട്ടും കൊണ്ട് വന്നിട്ടും ഞാൻ എൻ്റെ നാട് വിട്ട് പോകില്ല എന്ന് പറഞ്ഞ് സാറ്റ് കളിക്കുന്ന പോലെ പോയി പാത്തിരുന്നിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മാവൻ. 2 ആഴ്ച കഴിഞ്ഞ് വെള്ളം ഇറങ്ങി ബാക്കി എല്ലാവരും തിരിച്ചു വന്നു. പക്ഷെ അമ്മാവനെ സാറ്റടിക്കാൻ മാത്രം ഇതുവരെ ആർക്കും പറ്റിയിട്ടില്ല. പക്ഷേ സംഭവം ഇതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഒരു നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലൊരു പ്രശ്നം വരുമ്പോഴാണ് ആ നാട്ടുകാരെല്ലാവരോടും ഒരുമിച്ച് നിൽക്കണം. ദൈവം സഹായിച്ച് നമുക്കെപ്പോഴും പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരുമിച്ചാണ് നിൽക്കുന്നത്. ദാരിദ്ര്യത്തിൽ മുണ്ട് മുറുക്കി കൊടുത്തിട്ട് മുന്നോട്ട് പോകണം അല്ലേ. കുറച്ച് വെള്ളം കയറി കഴിഞ്ഞാൽ മുണ്ട് പൊക്കി കൊടുത്തിട്ട് നമ്മൾ ഇനിയും മുന്നോട്ട് പോകും. താങ്ക് യു.